ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു മോർണിംഗ് വീഡിയോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ആദ്യക്കുട്ടൻ പോകുന്നതിന് മുമ്പ് ഉള്ളൊരു വ്ളോഗായിരുന്നു. ആദ്യക്കുട്ടൻ്റെ പോകുന്നതിന് മുമ്പ് നമ്മൾ എഴുന്നേറ്റ സമയം തൊട്ട് ആദ്യക്കുട്ടൻ ഇറങ്ങുന്ന വരെയുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. രാവിലെ എനിക്കും വയ്യായിരുന്നു, കണ്ണിന് അസുഖമായിരുന്നു. അതുപോലെ തന്നെ കണ്ണിൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അജുവേട്ടനും ആസിഡിറ്റിയുടെ പ്രശ്നം കൊണ്ട് ഇൻ്റർസ്റ്റൈനിലേക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ നമ്മുടെ വീഡിയോസ് ഇടുന്നത്. നമ്മൾക്ക് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ശരി, നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്ത് ഒപ്പിച്ച് പോയാലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഡ്യൂട്ടി അല്ലേ ജോലി എന്ന് പറയണത്, ജോലി പോലെയല്ലേ നമുക്ക് യൂട്യൂബ് എന്ന് പറയണത്. അപ്പോൾ എന്തായാലും ശരി. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് വന്ന ശേഷം ഞാൻ ഇന്നലത്തെ നമ്മുടെ രാത്രി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഇതില്ലേ, എന്താ പറയുക, വെളുത്തുള്ളി ചോറ്, ലെസൺ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചൂടാക്കാൻ വേണ്ടി വെച്ചു ആദ്യക്കുട്ടിനെ കൊണ്ടുപോകാൻ. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് അജുവേട്ടനും ആദ്യക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അജുവേട്ടന് ഇഷ്ടമല്ല നേന്ത്രപ്പഴം പുഴുങ്ങുന്നത്. പൊതുവെ നേന്ത്രപ്പം അങ്ങനെ ഇഷ്ടമല്ല ആൾക്ക്, പഴംപൊരി മാത്രമേ ഇഷ്ടമുള്ളൂ. പക്ഷെ ഇപ്പോൾ അധികം അങ്ങനെ ഒരുപാട് ഇതായിട്ടുള്ള ഫുഡൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഏത്തയ്ക്ക പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആദ്യക്കുട്ടിനും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേർക്കും ആദ്യക്ക് കാപ്പി, എനിക്ക് ചായ, അജുവേട്ടന് പാൽ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ചായയും കാപ്പിയും പാലൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഴം പുഴുങ്ങി വെച്ചു. അജുവേട്ടനത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആളെ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഗ്യാസാണ്, അസിഡിറ്റി ഫീൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പെട്ടെന്ന് വന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് എന്തൊക്കെയോ ആവുന്നു, എനിക്ക് പെട്ടെന്ന് ഇച്ചിരി ചായതാ, എനിക്ക് ബിസ്ക്കറ്റും ചായയും കൂടെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഒന്ന് നന്നായി പേടിപ്പിച്ചു കേട്ടോ. മനുഷ്യനെ 2 ദിവസം മുമ്പ് ഇതുപോലെ ആയിരുന്നു, നന്നായിട്ട് പേടിപ്പിച്ച് അവസാനം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ ചെയ്യുക, ഓരോ ദിവസം നമുക്ക് ഓരോ കഷ്ടകാലം വരുമ്പോൾ നമുക്ക് വരുന്നതൊക്കെ ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ശരി. അപ്പോൾ ഞാൻ ആൾക്ക് പാലെടുത്തിട്ടുണ്ടായിരുന്നു, ശർക്കര ഇട്ടിട്ടായിരുന്നു പാൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ മാക്സിമം ഇപ്പോൾ ഷുഗർ കുറച്ചിട്ട് എന്താ പറയുക, ജാഗ്രിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് ശർക്കരയാണ് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊരു കാര്യം ഉള്ളതുകൊണ്ട് തിരിച്ചെനിക്ക് ചായയുടെ വല്ല ഒഴിച്ച് ചൂടാക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ശരി, നമുക്ക് തൽക്കാലം ഞാനെടുത്ത ചായയിൽ നിന്ന് കുറച്ച് ആൾക്ക് കൊടുത്ത് ഞാനും കുടിച്ചു. പിന്നീടാണ് കേട്ടോ ആൾ പാൽ കുടിച്ചത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് വിചാരിക്കണു, പിന്നെ ദൈവം വേറൊന്ന് വിചാരിക്കണമെന്ന് പറയില്ല, എന്ന പോലെയാണ് നമ്മുടെ കാര്യങ്ങൾ. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ ഓരോരുത്തർക്കായിട്ട് ഓരോ അസുഖങ്ങളും ഹെൽത്ത് ഇഷ്യൂസായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ കേട്ടോ. ഒരാളുടെ ശരിയാകുമ്പോൾ അടുത്ത ആൾക്ക്, ഒരാളുടെ ശരിയാകുമ്പോൾ അടുത്ത ആൾക്ക്, അങ്ങനെ ഭയങ്കര കഷ്ടകാലം പിടിച്ചൊരു സമയമാണ് കേട്ടോ നമുക്കിപ്പോൾ. നമ്മൾ നിസാര കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും തലേദിവസം ഈ പറഞ്ഞ പോലെ വയ്യാത്തതുകൊണ്ടും ഒക്കെ ആയിട്ട് പിന്നെ അജുവേട്ടൻ ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് കണ്ണിൽ മരുന്ന് ഒഴിക്കണമായിരുന്നു. എന്നാലും ആൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു, പക്ഷേ ആൾ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല വയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് മുന്നേ മരുന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോയി. മരുന്ന് ഒഴിച്ച് വന്നിട്ട് പാത്രം കഴുകാമെന്ന് വെച്ചിട്ട് കിടന്നു. പക്ഷേ മരുന്ന് ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ ദയപ്പോൾ എനിക്ക് വയ്യായിരുന്നു, പിന്നെ അങ്ങനെ ഉറങ്ങിപ്പോയി. പിന്നെ അതുകൊണ്ടൊന്നും ഇപ്പോൾ രാവിലെ കേട്ടോ കഴുകുന്നത്. എത്രയോ നാളത്തേക്ക് ശേഷമാണ് ഇങ്ങനെ പാത്രങ്ങൾ രാവിലത്തേക്ക് കഴുകുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഉടനെ കൊണ്ട് കാണിക്കാൻ ശ്രമിക്കുക, വെച്ചുകൊണ്ടിരിക്കരുത്. നാട്ടുവൈദ്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ അധികം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിലും മാക്സിമം അതിനെപ്പറ്റി ചിന്തിച്ച് കൂടുതൽ നമ്മുടെ വറീഡ് ആവാതിരിക്കുക മാക്സിമം. അതുപോലെ ഫുഡാണെങ്കിലും ശരി, എല്ലാം ടൈം ടു ടൈം കുറച്ചെങ്കിൽ കുറച്ച്, വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറച്ചെങ്കിൽ കുറച്ച് നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതൊന്നും അവോയ്ഡ് ചെയ്യരുത്, ഇഗ്നോർ ചെയ്യരുത്. കാരണം ഞങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായി പറയണത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാവുമെങ്കിൽ, എന്താ പറയുക, അനുഭവം കൊണ്ട് കിട്ടുന്ന ഒരു ടിപ്പാവുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെങ്കിൽ വളരെ നല്ലതല്ലേ. അതുകൊണ്ടാണ് നമ്മളത് പറയണത്, വേറെ ഒന്നും വിചാരിക്കേണ്ട. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അങ്ങനെ നമ്മൾ തലേദിവസം പാത്രമൊക്കെ വെച്ചിട്ടുണ്ടെന്നൊക്കെ എടുത്ത് കഴുകി എടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പോഴേക്കും ആദ്യക്കൂട്ടം കുളിക്കാൻ പോയി. അപ്പോൾ അതിനിടയിൽ കൂടെയാണ് ആൾ വന്നിട്ട് പെട്ടെന്ന് ചായ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നത്. ശരിക്കും അസിഡിറ്റിക്ക് ചായ കുടിക്കാൻ പാടില്ല എന്നാണ് പറയുക. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ആൾക്ക് അപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഇനി ഒന്നും കഴിക്കാതിരിക്കേണ്ട, അസിഡിറ്റി കൂടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ചായ തന്നെ കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകിയെടുത്തു. പിന്നെ അത് കഴിയുമ്പോഴേക്കും നമ്മുടെ പാല് തിളച്ചു, അത് പുറത്ത് പോകുന്നത് കണ്ടപ്പോൾ ഞാൻ വേഗം ഓടിക്കൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് കഴുകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെയാണ് കഴുകിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നു. ആദ്യക്കൂട്ടൻ ആദ്യം കോഫി എടുത്തു. അവന് നമ്മളിപ്പം മാക്സിമം ഷുഗർ ഇപ്പോൾ കൊടുക്കുന്നില്ല, എല്ലാവരും ശർക്കരയാണ് മാക്സിമം ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത്.
കാരണം ഇപ്പോഴേ നമ്മളത് ഷുഗർ ഒന്ന് കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഡയബറ്റീസിനെ പേടിക്കാതെ ജീവിക്കാം എന്നുള്ളൊരു കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് അവനിൽ തന്നെ ഇപ്പോൾ ആ ഒരു ശീലം ഉണ്ടാക്കി വരികയാണ്. കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ശർക്കരയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഇപ്പം തന്നെ അവൻ ആ ഒരു ശീലം വരുത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. പക്ഷെ അവന് കുഴപ്പമില്ല. ആദ്യമൊക്കെ ഈ പറഞ്ഞ പറയുമായിരുന്നു വേണ്ട വേണ്ട എനിക്കിഷ്ടമല്ല എന്ന്. പക്ഷെ കുടിച്ച് തുടങ്ങിയപ്പോൾ ആൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ആൾക്ക് ശർക്കരയുടെ ടേസ്റ്റും പഞ്ചസാരയുടെ ടേസ്റ്റും ഒന്നും അങ്ങനെ എടുത്ത് അറിയാറൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ആൾ കുടിക്കും. അപ്പം ഞാൻ ആദ്യക്കുട്ടൻ്റെ പാലെടുത്തു, അതിൽ ശർക്കര ഇട്ട് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ഗ്ലാസ്സിലും അതുപോലെ തന്നെ അജുവേട്ടൻ്റെ പാലിലും പിന്നെ എൻ്റെ ചായ ഉണ്ടാക്കാൻ പോകുന്ന ഗ്ലാസ്സിനകത്ത് ചായ ഒഴിക്കാൻ പോകുന്ന ഗ്ലാസ്സിനകത്ത് ഇട്ട് വെച്ചിട്ട് ചായപ്പൊടി ഇട്ടിട്ട് അതുപോലെ എന്താ പറയുക നമ്മൾ ഇത് ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ ചായ ഉണ്ടാക്കിയത്. ഇഞ്ചിയൊന്നും ഇടാൻ വയ്യായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ടൈമും ഉണ്ടായിരുന്നില്ല, അന്ന് ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക ഹറിബറി ആയിട്ട് തട്ടിക്കൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇട്ടെന്ന്. അപ്പോൾ ആദ്യക്കൂട്ടം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നതും അതുപോലെ സിമ്പിളായിട്ടുള്ള ഫുഡായിരുന്നു. നമുക്ക് കൂടുതൽ അവനെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ നൂൽപുട്ട് ഉണ്ടാക്കിയിട്ട് ചട്നി അരയ്ക്കാം, പച്ചുവെട്ടനും കൊടുക്കാം, ആൾക്ക് ഹെവി ആയിട്ടുള്ള ഫുഡ് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2 ദിവസത്തിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നൂൽപുട്ടും ചട്നിയും തേങ്ങാ ചട്നി അരയ്ക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും അല്ല കാര്യങ്ങളെന്ന് പറയണ പോലെ. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വാഷ്റൂമിലൊക്കെ പോയി ബ്രഷൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഒരു സമയമായി. അപ്പോൾ വേഗം പിന്നെ അപ്പോഴെനിക്ക് ഓർമ്മ വന്നത്, ഞാൻ പിന്നെ അതിക്ക് ക്യാരറ്റ് സ്മൂത്തി ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഏത്തക്ക ഉണ്ടല്ലോ. അവൻ എന്തായാലും ഇന്നലെ പറഞ്ഞു ഗാർലിക് റൈസും തൈരും കൊണ്ടൊക്കോളാന്ന്. അപ്പോൾ പിന്നെ ശരി, അപ്പോൾ അവന് ഗാർലിക് റൈസും തൈരും കൊടുത്ത് വിട്ടിട്ട് ഏത്തയ്ക്ക് പുഴുങ്ങി കഴിക്കാനും കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നാളെ എങ്ങനെ സ്മൂത്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്, കാരണം അതിന് ക്യാരറ്റൊക്കെ വേവിച്ചിട്ട് പിന്നെ വേണം ചെയ്യണമെങ്കിൽ അതിനുള്ള ടൈം നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കരുതി എന്നാൽ തൽക്കാലം ഇന്നിപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതാക്കിയതാണ് കേട്ടോ. അവനെക്കൊണ്ട് വലിയ ഇഷ്യൂസൊന്നും ഇല്ല, കാരണം അങ്ങനെ വലിയ കുഴപ്പമില്ല. അവന് അത്യാവശ്യം ഇഷ്ടമുള്ള ഫുഡൊക്കെ ആണെങ്കിൽ ആൾ വലിയ വാശിയൊന്നും ഇല്ലാതെ കഴിച്ചോളും. പിന്നെ നമുക്ക് വയ്യാന്ന് പറഞ്ഞാൽ ആദ്യം പറയും എന്തമ്മ എന്നൊക്കെ, പിന്നെ ആൾ ഓക്കെ ചുമ്മാ പറഞ്ഞാന്നൊക്കെ പറഞ്ഞ ആൾ പിന്നെ അങ്ങ് സ്നേഹത്തോടെ പിന്നെ വന്നിട്ട് പറയും കുഴപ്പമില്ല അമ്മ ഞാൻ ചുമ്മാ പറഞ്ഞാന്നൊക്കെ വന്നിട്ട് ആളും കഴിച്ചോളൂ കേട്ടോ. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. അങ്ങനെ അപ്പോഴേക്കും പഴമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഴവും അതുപോലെ പാലൊക്കെ കൂടെ ആദ്യം കൊണ്ട് തണുക്കാൻ വെച്ചിട്ട് പിന്നെ ഞാൻ അടുത്ത പണികൾ അവന് ഡബ്ബയൊക്കെ ആക്കാൻ പോട്ടെ എന്ന് പറയുമ്പോഴാണ് കേട്ടോ നമ്മുടെ വലിയ ആൾ എഴുന്നേറ്റ് വന്നിട്ട്, എന്താ പറയുക, വലിയ കുട്ടി എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞത് ചായ ചായ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരുവിധം പിന്നെ ആൾക്ക് ചായയൊക്കെ കൊടുത്തങ്ങോട്ട് ഒപ്പിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് വലിയ കാര്യമായിട്ടുള്ള എന്താ പറയുക ടോപ്പിക്സോ കാര്യങ്ങളൊന്നുമില്ല. രാവിലെ നമ്മുടെ ഒരു ഹറിബറി ആയിട്ടുള്ളൊരു സിമ്പിൾ റുട്ടീൻ അത്രയേ ഉള്ളൂ കേട്ടോ. അതിന് മുകളിലിരിക്കുന്നത് അവൻ വരച്ച പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ടേബിളിൻ്റെ മുകളിൽ ആൾക്ക് ഇങ്ങനത്തെ കുറച്ച് ആൾക്ക് ഡ്രോയിങ് ഭയങ്കര ഹോബിയാണ്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ആൾ അതിലേക്കാണ് കൂടുതൽ ആളുടെ കോൺസെൻട്രേഷൻ. അപ്പോൾ ഞങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യാറില്ല, വേറെ ഒന്നുമല്ല. പിന്നെ ആൾക്ക് ഫുള്ളും പഠിപ്പിനെക്കാട്ടിലും കൂടുതൽ അതിലേക്കാണ് മൈൻഡ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം അങ്ങോട്ട് പൊക്കി പറയാറില്ല കേട്ടോ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ അവൻ വരക്കി എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ എന്നിരുന്നാൽ പോലും ഞങ്ങൾ അവൻ്റെ ഉമ്മർത്തത് അധികം അംഗീകരിച്ച് കൊടുക്കാറില്ല എന്ന് മാത്രം. കാരണം പിന്നെ ആൾക്ക് അവനത് ഭയങ്കര അഡിക്ഷനായിട്ട് മാറും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പുള്ളിക്കാരന്. അപ്പോൾ അതുകൊണ്ട് അധികം നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാറില്ല എന്ന് മാത്രം. എന്നാൽ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രോയിങ്ങിന് വേണ്ട മെറ്റീരിയൽസൊക്കെ വാങ്ങിച്ചു കൊടുക്കും, ഇല്ല എന്നല്ല. പക്ഷേ ഒരുപാട് അതിലേക്ക് അങ്ങോട്ട് അവനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറില്ല, അത്രയേ ഉള്ളൂ. കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ സ്കൂളിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ചൂട്ടൻ പറയാറുണ്ട് പോയിട്ട് എന്തായാലും പങ്കെടുത്തോ, അങ്ങനെ നമ്മൾ പങ്കെടുത്ത് പ്രൈസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടാണ് ആൾ. ഉണ്ടെങ്കിലും പിന്നെയും ഞാൻ കുറച്ച് പുറകോട്ട് പോകാറുള്ളൂ കേട്ടോ. വെറുതെ പഠിപ്പിലേക്ക് പഠിപ്പിൽ നിന്ന് കോൺസെൻട്രേഷൻ പോകുമെന്ന് പറഞ്ഞിട്ട് പിന്നെയും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇടപെടും പറയുന്ന ആൾ ഞാനേ ഉള്ളൂ. ആൾ ഭയങ്കര സപ്പോർട്ടാണ് അത്തരം കാര്യങ്ങളിലൊക്കെ കേട്ടോ. അങ്ങനെ ഉള്ള ചായ ഞാനും ആചേട്ടനും കൂടെ ഷെയർ ചെയ്ത് കുടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. ആദ്യക്കുട്ടൻ അവിടെ കുളിച്ച് വന്ന് വിളക്കൊക്കെ വെച്ച് റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമൻറ്റും നമുക്ക് വലിയ സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യക്കുട്ടൻ നമ്മൾ റൈസും തൈരും ആക്കി കൊടുത്ത് വിടുന്നുണ്ട്, ഒപ്പം വെള്ളവും കൂടെ നിറച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആദ്യക്കൂട്ടം വന്ന് ഇതൊക്കെ ഡബ്ബയൊക്കെ ആക്കി കഴിഞ്ഞ് നമ്മൾ ഹാളിൽ കൊണ്ട് വെച്ച് കൊടുത്ത ശേഷം
ആദ്യം കൂടെ വന്നിട്ട് പഴം കഴിക്കുമായിരുന്നു. ആദ്യം പഴം കഴിച്ചു, പിന്നെ അതിന് ശേഷമാണ് കോഫി കുടിച്ചത് കേട്ടോ. അവനെപ്പോഴും കോഫി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര മടിയുള്ളൊരു സംഭവമാണ്. എന്താണെങ്കിലും കുടിക്കാൻ, പാല്, കോഫി, ചായ എന്താണെങ്കിലും കുടിക്കാൻ മടിയാണ് ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെക്കും അവിടെ എന്നല്ലാണ്ട് കുടിക്കാൻ ഭയങ്കര മടിയാണ്, കുറേ പറയണം. അപ്പോൾ ആദ്യം ആൾ വന്ന് വേഗം വന്ന് പഴമൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ ലാസ്റ്റ് ഇറങ്ങുന്ന സമയത്താണ് കോഫിയും പെട്ടെന്ന് എടുത്ത് കോഫിയും കുടിച്ചിട്ട് ആൾ പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സ്പൂണ് കയ്യിൽ വെച്ച് കൊടുക്കും ഫുഡിൻ്റെ കൂടെ. മിക്കവാറും ഞാൻ മറന്നു പോകാറുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ആളുടെ ഫുഡൊക്കെ റെഡിയായി, ഇതേ അതുകൂട്ട് ഇരുന്ന് കഴിക്കുകയാണ്. ഇനിയിപ്പോൾ അവൻ റെഡിയായിട്ട് റെഡിയായി നിൽക്കുകയാണ്. തലയൊന്ന് ചെയ്തിട്ട് കുറിയൊക്കെ തൊട്ട് പ്രാർത്ഥിച്ച് ഇറങ്ങി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.